ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. കുറേ നാളായി നമ്മളൊരു വ്ലോഗായിട്ടൊക്കെ വന്നിട്ട്. സോ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യുകയാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഇന്ന് ഒരുപാട് പണികളുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പണികളൊക്കെ ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ എനിക്ക് സ്റ്റഡി ലീവാണ്. അതുപോലെ തന്നെ എനിക്ക് സൂപ്പർ പനിയാണ് ഗൈസ്. എക്സാമിന് കോപ്പി എടുക്കാൻ പോകണം ഗൈസ്. കോപ്പി മീൻസ് ബിറ്റല്ല, PPT കോപ്പി എടുക്കാൻ പോകണം. സോ അതൊക്കെ തന്നെ ഗൈസ്. അങ്ങനെ ഇങ്ങനെ ചെറിയ പരിപാടികൾ. കുറേ നാളായാലും നമ്മൾ വ്ലോഗൊക്കെ ചെയ്തിട്ട് ആ ഒരു ടച്ച് വിട്ടു പോകും ഗൈസ്. സോ ഞാൻ വിചാരിച്ചു എടുക്കാമെന്ന്, അങ്ങനെ എടുക്കുകയാണ് ഗൈസ്. ഇന്നത്തെ പരിപാടി അതാണ്, പല്ലതൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കും ഗൈസ്. സസ്പെൻസ് പോവില്ലേ, നിങ്ങളിരുന്ന് കണ്ടോ ഗൈസ്? ആദ്യം നമുക്ക് മുടിയൊക്കെ ഒന്ന് വരിക്കട്ടാം, എന്നിട്ട് നമുക്ക് പോകാം ഗൈസ്. ഫുഡ് ഗൈസ്, ഈ തുണിയൊക്കെ മടക്കാൻ കിടക്കുന്നതാണ്, ഫുൾ അലക്കൊല കിടക്കുന്നതാണ്. ഓക്കെ, മുടിയട്ടാം. വെളിയിൽ നല്ല മഴയുണ്ട് ഗൈസ്. അയ്യോ, ഇപ്പോൾ മഴയില്ല ഗൈസ്. കണ്ടോ, ഞാൻ ഉണർന്നപ്പോൾ നല്ല മഴയായിരുന്നു ഗൈസ്. ഇപ്പോൾ മഴയില്ല. ഓക്കെ, ബൈ. ഫുഡ് കഴിക്കും. എന്തോ അയ്യോ, എൻ്റെ മമ്മി ഇതുവരെ പോയില്ല ഗൈസ്. കഴിക്കുന്നു കറിയില്ല, ഉള്ളിക്കറി. അപ്പവും ഉള്ളിക്കറിയും ഗൈസ്. മുട്ടയില്ല. സോ നമ്മൾ അപ്പവും ഉള്ളിക്കറിയും കഴിക്കാൻ പോവാണ്. ഓക്കെ, ഗൈസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. മെഡിസിൻ ഉണ്ട് ഗൈസ്. സീമോളെ വാ, വാടി സീമോളെ. സീമോളെ എന്തിന്റെ സീപ്പൺ എന്തിയാ? വാ വാ വാ, കം കം കം. പതുക്കെ ഇറങ്ങിക്കോ. മറ്റേ കാലെടുത്ത്. യെസ് 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 യെസ്. വാ വാ വാ, ഇറങ്ങ്. കണ്ടു ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പണി. അതേ പിടിച്ച് എണീക്കാൻ പോവാ ഗൈസ്. അത് കടിക്കോ? കല്ലിപ്പെണ്ണ് പൂജാലി. എൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് വീണ് കിടക്കുകയാണ് ഗൈസ്. മലന്നൊടിഞ്ഞ് കിടക്കുന്നു. 15 ദിവസം കൂടി ബാക്കി. ഇത് കണ്ടോ, എനിക്ക് സ്വയം കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പാസ് എന്ന് എഴുതി ടിക്കറ്റ് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി എനിക്ക് 15 ദിവസങ്ങൾ കൂടി ബാക്കി. 4-ാം തീയതിയാണ് എൻ്റെ എക്സാം. 5-ാം തീയതി, 6-ാം തീയതി പിന്നെ വേറെ എക്സാം, 9-ാം തീയതി പിന്നെ വേറെ എക്സാം, അങ്ങനെയാണ്. അപ്പം 9-ാം തീയതി ലാസ്റ്റാണ് ഗൈസ്. സോ ഞാനിവിടെ സൈനൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ എഴുതിയെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് 15 ദിവസം ഗൈസ്. ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് അടിപൊളിയായിട്ട് പാസ്സാകാൻ പറ്റും. 5 ദിവസം ഒരു സബ്ജക്റ്റിൻ്റെ അടുത്ത് സൈക്കോ സെഷൻ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഞാൻ കുറേ ടോപ്പിക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ട്സ് ഇത് കാണുകയാണെങ്കിൽ നിനക്ക് പ്രാന്താണോ ചോദിക്കുന്നത് ഗൈസ്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യാം. ഓക്കെ, ഇന്ന് മുതൽ ഞാൻ എൻ്റെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്.
അനീച്ച എന്നെ വിളിക്കുന്നുണ്ട്. ഇത്ത പറയുന്നത് പോവരുതെന്ന്. അനീച്ച വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ പോവാണ്ടിരിക്കും. ഓക്കെ, എന്താ കളിപ്പെണ്ണിനെ ബാ ബാ കളിപ്പെണ്ണിനെ എത്ത്. ഓക്കേ ഓക്കേ. ഇത് എൻ്റെ അടുത്ത് പറഞ്ഞേ അനീച്ച വിളിക്കുമ്പോ പോകും. അനീച്ച എന്തിനാ വിളിക്കുന്നത്? കുഞ്ഞിനെ എടുക്കാൻ. ഓക്കെ, ആണോ? നമുക്ക് അനീച്ച എണിക്കാം. ഞങ്ങൾ വന്നപ്പോ തിരിഞ്ഞാണ് ചിമോള് വിടുന്നു. അനീസിനെ വിളി. എണീരെ എണീരെ എന്ന് പറ. ചിരിക്കല്ലേ ചിരിക്കല്ലേ നീ, ചിരിക്കല്ലേ നീ. ഞാൻ വിചാരിച്ചതേ ഇന്ന് 11 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഞാൻ എവിടെ നോക്കുന്നത്, ഇന്ന് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം പിന്നെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ ഞാൻ എണീറ്റപ്പോൾ സമയം ഒരുപാടായി. ഇന്ന് നല്ല മഴ കേസ് അങ്ങനെ തുടങ്ങിയപ്പോൾ. അപ്പം എണീറ്റപ്പോൾ നല്ല ലേറ്റായി. ഇപ്പം സമയം 11:05 ഗൈസ്. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പം കുഴപ്പമില്ല, ഞാനിപ്പോൾ പോയി ഇന്ന് തുടങ്ങാൻ പോവാണ്. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദുആ ചെയ്യാം, പടച്ചോനെ അൽഫിക്ക് പഠിക്കാൻ പറ്റണേ, അൽഫി എക്സാമിന് പാസ്സാവണേ. അല്ല അല്ല, ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കാം, ദുആ ചെയ്തേക്കാം. ഓക്കെ, പല്ലേച്ച് കുളിച്ചില്ല, വൈകിട്ട് കുളിക്കാം. നമ്മൾ ഉമ്മച്ചിക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ടീച്ചർ ഇരിക്കുന്നു, നമ്മളിത് കൊടുക്കുന്നു. ഹായ്, ഉറങ്ങുന്നില്ലേ? എജിലാമ്മ ഇല്ലേ? ഇല്ല. ആരടുത്ത്? ആ, എന്തോ പറഞ്ഞു കൊടുക്കോ? എന്താ പറഞ്ഞു കൊടുക്കും? അവനെ വിളിക്കാൻ വന്നത്. ഇതാണ് ബാഗ്, അതിനകത്ത് കുപ്പിയിട്. സിബടക്ക ഇതിന്റെ അടപ്പന്തി ഇത് ഇഷ്ടപ്പെട്ടോ? ടീച്ചറിനെ കൊള്ളാവോ? ടീച്ചറിനെ കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ ടീച്ചറിനെ? ഹേയ് ഗൈസ്, അപ്പോൾ ചോറ് കൊണ്ടുവന്നപ്പോഴത്തേക്കും ചാർജർ എടുക്കാൻ പറഞ്ഞായിരുന്നു ഗൈസ്. ചാർജർ മറന്നു എനിക്ക് എടുക്കാൻ. പോയി ചാർജർ എടുത്തുകൊണ്ട് വന്നു ഗൈസ്. ഗൈസ്, ടീച്ചർ ഇരിക്കുന്നുണ്ടോ? ടീച്ചറിൻ്റെ കൈക്ക് എന്താ പറ്റി ടീച്ചറെ? കൈയുടെ ഒരു വലിയ കഥയാണ് ഗൈസ്. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. ഈ 2:30ക്കും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഉമ്മച്ചിയുടെ അംഗൻവാടി പോയിരുന്നു, അതിപ്പോൾ കണ്ടില്ലേ, അവിടെ പോയിരുന്നു കുറേ നേരം ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നു ഗൈസ്. ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചോറ് റെഡിയായി. പക്ഷെ എനിക്ക് ചോറ് തിന്നാനൊരു താല്പര്യമില്ല. ചോറ് പിന്നെ കഴിക്കാം. അപ്പം എനിക്കിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അമൃതം പൊടി കാച്ചി കുടിക്കാൻ പോകണം ഗൈസ്. ഞാൻ തുണി മടക്കിയില്ല, പഠിച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാ പഠിക്കണം 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 എന്നാണ്. ഇതുവരെ ഞാൻ പഠിച്ചില്ല ഗൈസ്. അതും ഇപ്പം നമ്മൾ അമൃതം പൊടി കാച്ചാൻ പോവാണ്. അമൃതമൊക്കെ ഇവിടെ സെറ്റാണ്. സീമൊക്കെ മേടിച്ചോണ്ട് വന്നതാണ് ഗൈസ് അമൃതം. അപ്പം നമ്മൾ അമൃതം പൊടി കാച്ചാൻ പോവാണ്. എല്ലാം നമ്മളെ കാണിക്കുന്നില്ല, എനിക്കറിയാമല്ലോ അമൃതം പൊടി കാച്ചുന്നത് എങ്ങനെയാണ്. അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ഞാനത് വേറൊരു വ്ളോഗായിരുന്നു. ഓക്കെ, കുറച്ച് മരുന്ന് ശിംലാമിക്കും കൂടെ കാച്ചാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ കാച്ചുന്നുണ്ട്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലൊക്കെ അവസ്ഥ. നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അല്ലേ?
ഗൈസ്, അപ്പോൾ നമ്മൾ ഒന്ന് പുറത്ത് പോയി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആവുകയാണ്. ഫേസിലെല്ലാം ചെയ്തിട്ടുണ്ട്. സോ ഇനി ലിപ്സ്റ്റിക്ക് ഇടണം, അങ്ങനെ കുറച്ച്. പിന്നെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? നമ്മുടെ പുതിയ ഔട്ട്ഫിറ്റാണ്. സോ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കയറി ചെക്ക് ചെയ്യാം. വീഡിയോ ഇടുമ്പോഴത്തേക്കും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോയിട്ട് വരാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എങ്ങനെ പോകുന്നതെന്നൊന്നും അറിയില്ല, ബട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ് ഗൈസ്. എവിടെയെങ്കിലും ഇരുന്ന് ഫോട്ടോ എടുക്കാം. എൻ്റെ ലുക്ക് കണ്ടിട്ട് ഉമ്മച്ചിയുടെ റിയാക്ഷൻ നോക്കാം ഗൈസ്. ഉമ്മച്ചി വരുന്നുണ്ട്. കണ്ട പുറത്തോട്ടൊന്നും പോയില്ല. നമ്മളിവിടെയൊക്കെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങി അവിടെ നിന്നൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. സോ നിങ്ങളത് ഇൻസ്റ്റാഗ്രാമിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ ക്യാമറാമാൻ ഇൻസ്റ്റഗ്രാമിൽ മറ്റേ എൻജിയിലിട്ടപ്പോൾ എന്നോടൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരാ ക്യാമറാമാൻ, ആരാ ഫോട്ടോസൊക്കെ എടുത്തിരുന്നത്. അതിൻ്റെ പിന്നിൽ ഉള്ള ആളാണ് ഗൈസ്. അത് കുറച്ച് വീഡിയോസ് കൊണ്ട് എടുക്കാനുണ്ട്, ഒരു ഇച്ചിരി വീഡിയോസ് കൊണ്ട് എടുക്കാനുണ്ട്. അതോടെ കഴിഞ്ഞാൽ നമ്മൾ പോകും. ഇന്ന് പഠിത്തം നടന്നില്ല, ഒന്നും നടന്നില്ല ഗൈസ്. അപ്പോൾ വൈൻഡപ്പ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബാക്കി കാര്യങ്ങളൊന്നും എടുത്തില്ലേന്ന്. എടുത്തില്ല ഗൈസ്, ഞാനൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ടെന്ന് പോലും മറന്നുപോയി. പിന്നെ ഞാൻ ഫോട്ടോസ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതിലും അതിലൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.